ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ദിവസം വീഡിയോ ഇടാഞ്ഞത് എന്നതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്നും എനിക്കറിയില്ല. മെയിൻലി എൻ്റെ മടി കാരണമാണ്. എന്തോ ഞാൻ വേണ്ട പിന്നിടാം അങ്ങനെ വിചാരിച്ചിപ്പം കുറേ മാസങ്ങൾ അങ്ങനെ പോയി. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഓർത്തു, എന്തിനാ ഇത്രയും മടി പിടിച്ചിരിക്കുന്നേ, നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാനിപ്പം പിന്നെയും എടുത്തു തുടങ്ങിയത്. അപ്പം എൻ്റെ നേരത്തെ വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നവരാരും എന്നെ മറന്നിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു. മറന്നു കാണില്ല, കാരണം എനിക്ക് എപ്പോഴും മെസ്സേജസ് വരാറുണ്ട്, എന്താ വീഡിയോസ് ഇടാത്തതെന്ന്. അതുപോലെ കാണുമ്പോഴും കുറേ പേര് നേരിട്ട് ചോദിക്കാറുണ്ട്. അപ്പം സന്തോഷം, ഇപ്പോഴും നിങ്ങൾ എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. അപ്പം എന്താണെങ്കിലും ഇത്രയും ദിവസത്തിനകം കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ പറഞ്ഞാൽ പിന്നെ അതിലെന്താ രസമല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ദിവസമായിട്ട് ഓരോ വിശേഷങ്ങൾ അറിയാം. അപ്പോൾ ഇന്നൊരു ഡേ ജസ്റ്റ് സ്റ്റാർട്ടായിട്ടേ ഉള്ളൂ. ഇന്നെനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്യണം. ആക്ച്വലി എനിക്ക് നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ വേറെ പ്രിപ്പറേഷൻ ഒന്നുമില്ല. നന്നായിട്ടൊരു 4-5 മണിക്കൂർ ഉറങ്ങുക, അത് തന്നെയാണ് എൻ്റെ പ്രിപ്പറേഷൻ. ബിക്കോസ് എനിക്ക് ഉറക്കം അങ്ങനെ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം നന്നായിട്ട് ഉറങ്ങിയിട്ട് പോകാനായിട്ട് നോക്കും. അപ്പോൾ എന്താണെങ്കിലും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞപോലെ കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ വീട് മാറി. ഇപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ആലീസിനെ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് ഫ്യൂ വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫ്ലാറ്റ് എടുത്തിട്ട് ഇപ്പം അവിടെയാണ് താമസിക്കുന്നത്. ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഫ്ലാറ്റ് ആണ്. കുറച്ച് ദിവസമേ ആയുള്ളൂ, കുറച്ച് ദിവസം, ഒരു 1 month ആയി കാണും ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ആയിട്ട്. അത്രേ ആയിട്ടുള്ളൂ. അപ്പം ഇവിടെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് ഈ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്രയ്ക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊരു 2 bedroom ഫ്ലാറ്റ് ആണ്. ഞാനും അവളും കൂടെ ഇപ്പം ഷെയർ ചെയ്യുന്നത്. അതാണ് ഒരു മെയിൻ ചേഞ്ച്. ഇപ്പം നിങ്ങൾ ഓർക്കും, ഞാൻ ഓരോ ഗ്യാപ്പിന് ശേഷം വരുമ്പോഴും ഓരോ വീടാണല്ലോ കാണിക്കുന്നതെന്ന്. അവിടെ ലാസ്റ്റ് താമസിച്ച വീട്ടിൽ ഞാൻ 1 വർഷം താമസിച്ചായിരുന്നു. പിന്നെ ഓർത്ത് അതൊരു ഹൗസ് ഷെയർ ആയിരുന്നു. നമുക്ക് അവിടുത്തെ കൊടുക്കുന്ന എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു വീടെടുത്താലും വലിയ നഷ്ടമില്ലാന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ആയിരിക്കും ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടാകാം അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇന്നലത്തെ ഞങ്ങൾ അപ്പത്തിനുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റു ആക്ച്വലി. അപ്പം ഞാൻ മപ്പാസ് കറി ഉണ്ടാക്കി. യൂഷ്വലി ഞാൻ നേരത്തെ ഒന്നും എഴുന്നേക്കാറില്ല. ഇന്ന് എങ്ങനെയോ എന്തോ കാരണവശാൽ എഴുന്നേറ്റു. അതുകൊണ്ട് ചിക്കൻ മപ്പാസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാകാം ബാക്കി കാര്യങ്ങൾ. Yes, camera. Hi guys, this is my father-in-law. He is from Gujarat. For what? പുതിയ ക്യാമറയാ, പപ്പയെ ഷൂട്ട് ചെയ്യാനാ. പപ്പയുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഞാൻ ലീവിന് വരുമല്ലോ. അപ്പൊ ലീവിന് വരുമ്പം നിങ്ങളൊക്കെ എന്നോട് എങ്ങനെയാന്ന് ഇതിൽ ഷൂട്ട് ചെയ്തിട്ട് എല്ലാരെയും കാണിക്കാനാ. ഓക്കെ, അല്ല എനിക്ക് നൈറ്റ് ഷിഫ്റ്റാ. ഇന്ന് ഞാൻ മമ്മിയുടെ റെസിപ്പി മപ്പാസ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. ചിക്കനും പൊട്ടറ്റോയും. ഇന്ന് നൈറ്റ്. ഇല്ല, ഇന്നലെയൊക്കെ അവധിയായിരുന്നു. ഇത് പോക്കറ്റ് ക്യാമറയാ, പോക്കറ്റ് വെക്കാനാ. വണ്ടി വെക്കാൻ കൊള്ളത്തില്ല പപ്പ, അതിന് വേറെ ക്യാമറ വാങ്ങിക്കണം. ആലീസിന് നൈറ്റാ, അവളും കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്നു. ഉച്ചക്കൊന്നും ഇല്ല. ഉച്ചക്ക് നമുക്ക് 3 നേരം ഇത് തന്നെ. ഇന്നലെ ബിരിയാണി ആയിരുന്നു. അവള് അത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് ബാക്കി. അവള് ഉണ്ടാക്കിയ ബിരിയാണി. 3 നേരം ഇത് തന്നെ കഴിക്കാതെ അതേലും ഒരു നേരം ഓക്കെ, ഞാൻ ശരി. ഓക്കെ, ഞാൻ എന്നാ കഴിക്കട്ടെ, വിശക്കുന്നു. ഞാൻ കഴിക്കുന്ന സമയം നോക്കി വിളിക്കണേ. അല്ലെങ്കിൽ എല്ലാരും ഇങ്ങനെ ഞാൻ കഴിക്കുന്ന സമയമാകുമ്പോൾ വിളിക്കും, അല്ലെങ്കിൽ ആർക്കും എന്നെ വേണ്ട. അപ്പോൾ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ചിക്കൻ കറിയും
പിന്നെ അപ്പത്തിൻ്റെ ബാറ്ററും ഒക്കെ. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ അപ്പത്തിൻ്റെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്തായിരുന്നു, കാരണം ഫെർമെൻറ്റേഷൻ നടക്കാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഞാൻ എഴുന്നേറ്റപ്പം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസ് ഒക്കെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒന്നുകൂടി മിക്സ് ചെയ്ത് വെച്ചു. അത്ര സോഫ്റ്റ് ഒന്നും അല്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഇനി കഴിച്ചിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. കഴുകിയ ക്ലോത്ത്സ് എല്ലാം വാഷിംഗ് മെഷീനിൽ കിടക്കുന്നതേ ഉള്ളൂ. നല്ല മഴയായിരുന്നു ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയൊക്കെ. ഇന്നലെ എനിക്ക് വിരിച്ചിടാൻ പറ്റിയില്ല, അപ്പോൾ അതൊക്കെ ഇനി വിരിച്ചിടണം. 7 മണിയാകുമ്പോൾ ഡ്യൂട്ടി തുടങ്ങും നമുക്ക്. 6:45 ഇവിടുന്ന് പോകണം. അപ്പോൾ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കണം. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് ഇന്ന് ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. യൂഷ്വലി ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചെയ്യുന്നതാണ്. ഇന്നെന്തോ മടിച്ചു. കല്യാണത്തിനൊക്കെ മുന്നേ എനിക്ക് തോന്നുന്നു ഞാൻ എത്ര നാൾ നാട്ടിൽ അമ്മയുടെ കൂടെ നിന്നിട്ടുണ്ടോ, ആ സമയം വരെ അമ്മ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്നോട് പറയും, മോനെ നിൻ്റെ ഷീറ്റെങ്കിലും ഒന്ന് വൃത്തിക്ക് വിരിച്ചിടുക, അല്ലെങ്കിൽ നിൻ്റെ ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്ക്. ഞാനത് നെവർ മൈൻഡ് എന്നുള്ളൊരു രീതിയായിരുന്നു. ഞാൻ ഒരിക്കലും അത് ചെയ്തിട്ടുമില്ല, അമ്മ പറയുന്നത് അത്ര കാര്യമായിട്ട് എടുത്തിട്ടുമില്ല. പക്ഷെ ഇപ്പം നമ്മൾ ഏജ് കൂടുമ്പോഴാണോ അതോ നമ്മളുടെ സിറ്റുവേഷൻസ് കാരണമാണോ, നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം അത് ചെയ്തു തരാനായിട്ട് നമ്മളുടെ പേരൻസ് ഇല്ല, ആരും ഇല്ല, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പം ആ അമ്മയൊക്കെ എന്താണോ ചിന്തിച്ച് ആ ഒരു ലെവലിലോട്ടാണ് ഇപ്പം ഞാനും ചിന്തിക്കുന്നത്. അന്ന് അമ്മ പറയുന്ന പോലെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഷീറ്റൊക്കെ ഇപ്പം മടക്കി വെക്കുന്നത് എനിക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പിന്നെ അന്ന് പറഞ്ഞ വേറൊരു കാര്യമാണ്, നിന്റെ വീട് എപ്പോഴും വൃത്തിയായിട്ട് വയ്ക്കുക. നമുക്കറിയത്തില്ല എപ്പോഴാണ് ആരെങ്കിലും വന്ന് കയറുന്നതെന്നുള്ളത്. ശരിയാണ്, അതിപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പെട്ടെന്നായിരിക്കും ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്നത്, വീട് ഒത്തിരി ക്ലീൻ ഒന്നും അല്ലെങ്കിലും മാക്സിമം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം എന്നൊക്കെ ഞാനും ഇപ്പോൾ ചിന്തിക്കാറുണ്ട്. മേ ബി ഐ എം ഗെറ്റിംഗ് ഓൾഡ്, അല്ലെങ്കിൽ എനിക്കറിയില്ല, എന്തോ ചേഞ്ചസ് നമുക്ക് ഓരോ ദിവസം കഴിയുമ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമല്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും ആ ഒരു കാര്യം റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്. എനിക്ക് ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അറിയാൻ ഒത്തിരി ഇഷ്ടമാണ്. ലൈക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലാണോ, അയ്യോ ഇത് പണ്ട് എങ്ങനെ ആയിരുന്നല്ലോ ഞാൻ ചിന്തിച്ചേ, ഇപ്പം ഞാൻ വേറെ രീതിയിലാണല്ലോ, എല്ലാവരും ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്, അതൊക്കെ അറിയാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ചുമ്മാ അറിഞ്ഞിരിക്കാമല്ലോ. കറക്റ്റ് ഞാനിപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മ വിളിക്കുന്നുണ്ട്. ഞാനപ്പോൾ അതാണ് പെട്ടെന്ന് പോയി നോക്കുമായിരുന്നു ആരാന്ന്. ഞാനോർത്തു എന്നെ കെട്ടിയവനായിരിക്കുമെന്ന്, പക്ഷെ അല്ല, അമ്മയാണ്. അതാണ് ടൈമിങ്. അപ്പോൾ ഞാൻ എന്താണെങ്കിലും അമ്മയോട് ഒന്ന് സംസാരിക്കട്ടെ. വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നെ. അപ്പം ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, അമ്മ പണ്ട് ബെഡ്ഷീറ്റും കട്ടിലും പുതപ്പും ഒക്കെ മടക്കി വെക്കാൻ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കത്ത് പോലും ഇല്ലായിരുന്നു. കണ്ടില്ലേ, രാവിലെ തൊട്ട് ഞാൻ എങ്ങനെങ്കിലും എൻ്റെ പണികളെല്ലാം തീർക്കണമെന്ന് വിചാരിക്കുമ്പോൾ എല്ലാവർക്കും എന്നോട് ഒത്തിരി സംസാരിക്കണം എന്ന്. ഞാൻ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും എനിക്കിഷ്ടമാണ് എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. കാരണം പണ്ട് തൊട്ടേ ഉള്ള എല്ലാവരുടെയും ഒരു ചിന്തയാണല്ലോ, നമ്മളിപ്പോൾ അബ്രോഡ് ആണെങ്കിൽ അവിടെ ഉള്ളവർ നാട്ടിലുള്ളവരെ വിളിക്കണമെന്ന്. ഓക്കെ, പണ്ടൊക്കെ അത് കറക്റ്റായിരുന്നു. ബിക്കോസ് അന്ന് അങ്ങോട്ട് പുറത്തോട്ടൊക്കെ വിളിക്കാനുള്ള ടെക്നോളജിയൊക്കെ വളരെ ലിമിറ്റഡ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനൊന്നും അല്ല, ആർക്ക് വേണമെങ്കിലും എവിടെ ഉള്ളവരെ വേണമെങ്കിലും വിളിക്കാം. ആക്ച്വലി നാട്ടിലുള്ളവർ ജീവിക്കുന്ന അത്രയും പോലും സുഖത്തിലായിരിക്കണമെന്നില്ല അബ്രോഡുള്ള എല്ലാവരും അല്ല, പലരും ജീവിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം അല്ലെങ്കിൽ വൺസ് ഇൻ എ മന്ത് അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ആയിക്കോട്ടെ, ആരെങ്കിലും ഒക്കെ നമ്മളെ ഒന്ന് വിളിച്ച് നീ ഓക്കെ ആണോ, സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത് അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. ഇപ്പം ഈവൻ നമ്മളുടെ സ്വന്തം വീട്ടിലുള്ളവരോ നമ്മുടെ അടുത്ത റിലേറ്റീവ്സ് ആണെങ്കിലും ഒക്കെ അവർ ചിന്തിക്കും, ഇവളെന്താ എന്നെ വിളിക്കാത്തേ, എന്നെ വിളിക്കുന്നില്ലല്ലോ. ചിലപ്പോൾ നമ്മളുടെ പേരൻസിനോട് പരാതി പറയുന്നവർ കാണും, എല്ലാം കാണും. പക്ഷെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നിങ്ങളാണ് അവരെ വിളിച്ചിട്ട്, അവർ തന്നെ വിളിക്കണമെന്ന് നോക്കിയിരിക്കരുത്. അവരെ വിളിച്ചിട്ട് നീ ഓക്കെ ആണോ, സുഖമായിട്ട് ഇരിക്കുന്നോ എന്നൊന്ന് ചോദിച്ചാൽ നിങ്ങൾക്കും ഓക്കെ അവരോട് സംസാരിച്ചെന്നാകും. പിന്നെ കേൾക്കുന്ന അവർക്കും ഒരു സന്തോഷമായിരിക്കും. ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്, എല്ലാവർക്കും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പം പെട്ടെന്ന് കോൾസ് ഒക്കെ ഇത്രയൊന്നും വന്നതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഈ സംസാരം മാത്രമേ നടക്കുന്നുള്ളൂ. സമയം ഒരുപാട് പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു 3-4 മണിക്കൂർ മിനിമം ഉറങ്ങി എഴുന്നേറ്റാലേ നൈറ്റിന് പോകാനുള്ള ഒരു എനർജിയൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എന്താണേലും ഷടപടിയത് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ഇനി എൻ്റെ ഒരു അടുത്ത പണി എന്ന് പറയുന്നത് തുണിയെല്ലാം വിരിക്കാൻ പോകണം. പറഞ്ഞേ കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു, വിരിച്ചില്ലായിരുന്നു. അപ്പോൾ അത് വിരിക്കാനായിട്ട് പോകണം. പക്ഷേ എനിക്ക് തോന്നുന്നു മഴ കണ്ടിന്യൂ ചെയ്യാനുള്ള നല്ല ചാൻസും ഉണ്ട്. പക്ഷെ സാരമില്ല, വിരിച്ചിടാം. എല്ലാം ബെഡ്ഷീറ്റും ഡുവേ കവറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഒരുമിച്ച് ഒരു ദിവസം അലക്കും.
ബാക്കിയുള്ളതെല്ലാം അല്ലാതെ. എൻ്റെ എല്ലാം ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് മെഷീൻ നിറയും. കാരണം ഞാൻ ഒരു തവണ മാറ്റുന്ന ഷീറ്റ് അന്നേരം അലക്കത്തില്ല, രണ്ട് ഷീറ്റ് മാറ്റി കഴിയുമ്പോഴായിരിക്കും അലക്കുന്നത്. കാരണം നമുക്കൊരു ഇൻക്ലൂഡിങ് ബിൽസ് അല്ല, നമ്മൾ ബിൽസ് സെപ്പറേറ്റ് അടയ്ക്കുവാണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഇത് വിരിക്കാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് വെളിയിൽ കുറച്ച് ക്ലോത്ത്സ് കിടപ്പുണ്ട്, അതെടുത്തിട്ട് വരണം. എനിക്കിവിടെ വെളിയിൽ ഇങ്ങനത്തെ സൗകര്യമൊക്കെ ഉള്ളത് ഇഷ്ടമാണ്, പക്ഷെങ്കിൽ ഇവിടെ സ്നെയിലിൻ്റെ ചെറിയ ഒരു പ്രശ്നമുണ്ട്. സ്നെയിൽ കയറാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ടിപ്പോൾ ഡോറ് തുറക്കാനും അടയ്ക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വളരെ സ്ലിം ആയതുകൊണ്ട് എനിക്കിതിൽ കൂടി കയറി ഇറങ്ങാനും കുറച്ച് പാടാണ്. റെയിനിങ്. എനിക്ക് ഈ മഴ ഇങ്ങനെ നമ്മൾ കിച്ചൺ വാതിൽ തുറക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കുന്നതൊക്കെ ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെങ്കിൽ എന്ത് ചെയ്യാനാ, എൻ്റെ യൂണിഫോമൊക്കെ കിടന്ന് നനയുന്നത് കണ്ടോ. അപ്പോൾ എനിക്കിത് വിരിക്കാൻ പറ്റില്ല. ഇത്രേ മഴ പുറത്ത് നടക്കുന്നെന്ന് ഞാൻ അറിഞ്ഞില്ല, സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ലായിരുന്നു. ഒരു ദിവസം ഇതിൽ സ്റ്റക്കായിരിക്കും. ഈ ഒരു വീട്ടിലാണെങ്കിൽ നല്ല തണുപ്പും ഗ്രൗണ്ട് ഫ്ലോർ ആയതുകൊണ്ടായിരിക്കും എനിക്കൊന്ന്, ഞാൻ വന്ന ഹോസ്പിറ്റൽ അക്കോമഡേഷനിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു എൻ്റെ റൂം. അത് കഴിഞ്ഞ് ഞാൻ 2 വീട് മാറി, പക്ഷേ അതെല്ലാം ഫസ്റ്റ് ഫ്ലോർ ആയിരുന്നു. അത് കഴിഞ്ഞ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രൗണ്ട് ഫ്ലോർ. അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഈ ബാക്ക് യാർഡും നമ്മുടെ ഈ കിച്ചൻ്റെ ഡോറാണ്, അവിടെ നിന്നുള്ള ഈ ഒരു സ്പേസും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ ഒരു പേടി എന്ന് പറഞ്ഞാൽ മോൾഡൊക്കെ ആകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ അകത്ത് കൊണ്ട് തുണി വിരിക്കുമ്പോൾ. അത് മാത്രമേ ഉള്ളൂ ചെറിയൊരു ടെൻഷൻ. കാരണം ഇപ്പോൾ സമ്മർ ആണെങ്കിലും ഇവിടെ എപ്പോഴും മഴ ചാറിക്കൊണ്ടേ ഇരിക്കും, ഒരു തണുപ്പൊക്കെയാണ്. അപ്പോൾ നോക്കാം, അതിന് എന്തെങ്കിലും ഒരു പരിഹാരം നമുക്ക് കാണാം. എല്ലാത്തിനും നമുക്ക് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒന്നെങ്കിൽ ഒന്ന് നല്ലതാണെങ്കിൽ അടുത്തത് മോശമായിരിക്കും. എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോവുക അല്ലേ. പിന്നെ വേറെ എന്താ, വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഞങ്ങളുടെ യൂണിഫോം ചേഞ്ച് ആയി, പക്ഷെ ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, ബിക്കോസ് ഞാനിപ്പോൾ അത് ഇടുന്നില്ല. ഞാനിപ്പോൾ അയൺ ചെയ്യാനായിട്ട് തുടങ്ങുമായിരുന്നു. കാരണം ഈ പണി നടക്കത്തില്ല എന്ന് കണ്ടു, അപ്പോൾ അയൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓർത്തു നിങ്ങളെ കാണിച്ചാലോ, പിന്നെ ഓർത്തു വേണ്ട, ഇട്ട് കഴിയുമ്പം കാണിക്കാം. ഞാൻ ഇട്ടു അത് 2 ദിവസം, പക്ഷേ എനിക്കത് സൈസ് അങ്ങോട്ട് കറക്റ്റ് അല്ല. ടോപ്പ് ഓൾട്ടർ ചെയ്യണം, പിന്നെ പാൻറ്റിന് ഇച്ചിരി നീളം കുറവാണ്. അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുവാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ പഴയ യൂണിഫോം അത് കറക്റ്റ് ആകുന്നിടം വരെ ഇടാൻ അലൗഡാണ്. ഞാനിപ്പം പഴയത് തന്നെയാണ് ഇടുന്നത്. എനിക്ക് ആ കളറുമാണ് ഇഷ്ടം, പഴയത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു UK എല്ലാ NHSലെ ബാൻഡ് 5 നഴ്സുമാരുടെ യൂണിഫോം മാറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, എല്ലാ ബാൻഡ്സിൻ്റെയും മാറുവാണ്. ഫസ്റ്റ് ബാൻഡ് 5ലാണ് അവർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ യൂണിഫോമിൻ്റെ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർത്തതേ, ഫസ്റ്റ് എൻ്റെ യൂണിഫോം കിട്ടിയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എത്രയാണ്, 2 വർഷമായി കാണുമല്ലേ. എന്ത് പെട്ടെന്നല്ലേ ദിവസങ്ങൾ പോകുന്നേ. ഇവിടെ വന്നിട്ടിപ്പം 2.5 വർഷത്തോളം ആയെങ്കിലും എന്താ പറയുക, എനിക്കങ്ങനെ അത്രയ്ക്ക് ഇവിടുന്ന് ഞാൻ പോയാൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്കിവിടെ ഒത്തിരി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് വർക്ക്, അങ്ങനെയൊന്നും എനിക്ക് പറയാൻ തോന്നാറേ ഇല്ല. കാരണം വർക്ക് പ്ലേസിൽ നാട്ടിലൊക്കെ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നൈറ്റ് ഷിഫ്റ്റിന് പോവുകയാണെങ്കിലും നമുക്ക് നാട്ടിൽ എങ്ങനെയാണ് ഒരു ഹാപ്പിനെസ് അല്ലേ. ഓക്കെ, എൻ്റെ കൂട്ടത്തിൽ ഇന്ന് 2 പേരുണ്ട്, നല്ല രസമായിരിക്കും. ഇവിടെ നമുക്ക് അങ്ങനൊന്നും ഇല്ല. എല്ലാവരും സഹായിക്കും, നല്ലതായിട്ട് പണി ചെയ്യും. പക്ഷെ നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞൊരു ഇച്ചിരി നേരം നിൽക്കുക, സംസാരിക്കുക, അതൊന്നും ഇവിടെ പറ്റത്തില്ല. കാരണം എല്ലാവർക്കും ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു എന്താ പറയുക, ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലേ ഇവിടെ നമ്മൾ ലീഡ് ചെയ്യുന്നത്. അപ്പം കുഞ്ഞുങ്ങളുള്ള പേരൻസിനാണ് പെട്ടെന്ന് വീട്ടിൽ പോയേ പറ്റൂ. ഹസ്ബൻഡ് അടുത്ത ഷിഫ്റ്റിന് പോകാൻ റെഡി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടായിരിക്കും, എനിക്കറിയത്തില്ല, നമുക്കൊരു എക്സ്ട്രാ വർക്ക് പ്രഷർ കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ ടൈം അങ്ങനെ വലുതായിട്ട് കിട്ടാറില്ല. പിന്നെ അല്ലാത്ത ദിവസം എല്ലാവർക്കും ഷിഫ്റ്റൊക്കെ പലതായിരിക്കും. പിന്നെ വല്ലപ്പോഴും ഒരു ഗെറ്റ് ടുഗദർ പോലെ നമ്മൾ നടത്തുമ്പോഴാണ് കുറച്ചുകൂടെ ആൾക്കാരെ അറിയാനും അവരോട് ഇച്ചിരി കൂട്ടാകാനും ഒക്കെ പറ്റുന്നത്. എന്താണേലും ഞാൻ 100% പറയുവാണ്, നിങ്ങൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എത്ര പ്രഷറുള്ള വർക്കാണെങ്കിലും ഇവിടെ വരുമ്പോൾ നിങ്ങളത് മിസ് ചെയ്യും. ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എനിക്കൊന്ന് ഇവിടെയുള്ള ആൾക്കാരെക്കാട്ടിലും ഞാൻ കൂടുതൽ കോൺടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പണ്ട് എൻ്റെ കൂടെ മുംബൈയിൽ വർക്ക് ചെയ്ത ആൾക്കാരുമായിട്ടാണ്. അറിയത്തില്ല, അതൊരു ഗുഡ് മെമ്മറി ആയിരുന്നു. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ടല്ലേ, കുറേ ദിവസമായില്ലേ സംസാരിച്ചിട്ട്, മേ ബി അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇനി ഞാൻ
എൻ്റെ യൂണിഫോം കൂടെ അയൺ ചെയ്യട്ടെ. അത് കഴിഞ്ഞ് നല്ലൊരു ഉറക്കം. എനിക്ക് എൻ്റെ പഴയ വീട്ടിൽ പോയി അവിടെ ഒരു സൈക്കിൾ ഇരിപ്പുണ്ട്, അത് എടുത്തിട്ട് വരണം. അത് എടുത്തുകൊണ്ട് വന്നില്ല. അത് നോക്കട്ടെ, ആലീസും ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ചാണ്. അത് എന്തിന് എടുത്തിട്ട് വരണം. ബിക്കോസ് അവിടുത്തെ ലാൻഡ് ലേഡി ഓൾറെഡി പറഞ്ഞു അത് എടുത്തുകൊണ്ട് പോകാൻ. ഞങ്ങൾ മറന്നുപോയി കഴിഞ്ഞ ദിവസം എടുക്കാനായിട്ട്. അപ്പോൾ ഇനി ചെറിയൊരു നാപ്പ് ടൈം ആയാലോ? കാരണം അതാണ് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പോഴൊക്കെയല്ലേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. പിന്നെ കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ ബിസിയൊക്കെ ലൈഫോട് ബിസി ആയി കഴിയുമ്പോൾ നമുക്ക് ഉറങ്ങാനൊന്നും സമയം കിട്ടത്തില്ല. ഈവൻ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഉറങ്ങാത്ത കുറേ പേരെ എനിക്കറിയാം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ ഇച്ചിരി നേരം ഉറങ്ങി എഴുന്നേൽക്കട്ടെ. പിന്നെ ഞാൻ ഈ ക്യാമറയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാം. ബിക്കോസ് ഇതെൻ്റെ പുതിയ ക്യാമറയാണ്. ഞാൻ വ്ളോഗിങ്ങിനായിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ക്യാമറ വാങ്ങിക്കുന്നത്. ഞാൻ ഓർത്തു അറ്റ്ലീസ്റ്റ് ഇതിന് പൈസ മുടക്കി കഴിയുമ്പോഴെങ്കിലും എനിക്കൊരു ബോധം വേണമല്ലോ. പൈസ മുടക്കിയതാ, ഇനി കണ്ടിന്യൂ ചെയ്യണമെന്ന്. അതിനുവേണ്ടി ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ നോക്കാം എങ്ങനെ പോകുന്നെന്ന്. ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഒരു വീഡിയോ എങ്കിലും വീക്കിലി എനിക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ എന്താണെങ്കിലും ഇനി ഉറക്കമൊക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് കാണാം. അങ്ങനെ ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. പെട്ടെന്ന് റെഡിയായി പോകണം. ഞാൻ കിടന്നപ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. പക്ഷേ കിടന്ന് കഴിഞ്ഞപ്പോൾ അറിയാണ്ട് ഉറങ്ങിപ്പോയി. ഒത്തിരി സമയമൊന്നുമല്ല, കുറച്ച് നേരം. അപ്പോൾ എന്താണെങ്കിലും പെട്ടെന്ന് ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാകാം. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. സമയം ഇനിയുണ്ട്. യൂഷ്വലി ഞാൻ എപ്പോഴും ചിന്തിക്കും നൈറ്റ് ഷിഫ്റ്റിന് പോകുന്നതിന് മുമ്പ് ഒരു 5:30 ആകുമ്പോൾ ഒരു എഴുന്നേറ്റ് റെഡി ആയിട്ടൊക്കെ ഇരിക്കണമെന്ന്, കുറച്ച് റിലാക്സ് ആയിട്ട് പോകാമെന്ന്. പക്ഷെ അത് നടക്കാറേ ഇല്ല. ഞാൻ 5:30 ഉണർന്നാലും ഞാൻ പിന്നെ ഫോൺ നോക്കി കിടക്കുകയോ അല്ല ചുമ്മാതെ കിടക്കുകയോ ഒക്കെ ചെയ്യും. ഇന്നൊരു ഡീപ്പ് സ്ലീപ്പിലോട്ട് പോകാഞ്ഞത് കൊണ്ട് അതിനുള്ള സമയമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല അലേർട്ടായിരുന്നു. അപ്പം കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പോൾ ഇനഫ് ടൈം ഉണ്ട്. പിന്നെ വൈകുന്നേരം ഉറക്കം വരുമെന്നേ ഉള്ളൂ. ഇപ്പോഴേ ഡാർക്ക് സർക്കിളെല്ലാം ആയി തുടങ്ങി ഉറക്കം വരുന്നത് കൊണ്ട്. അപ്പോൾ എന്താണെങ്കിലും എഴുന്നേറ്റ് റെഡിയായി. ഇനിയിപ്പോൾ കൊണ്ടുപോകാനായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും ഞാൻ കൈ കരുതും. നമുക്ക് ഒരു ദിവസമേ നൈറ്റ് ഷിഫ്റ്റൊക്കെ ഉള്ളെങ്കിലേ പോകാനായിട്ട് വലിയ മടിയില്ല. ഇപ്പം നെക്സ്റ്റ് ഡേ പോകണം അല്ലെങ്കിൽ 2-3 ദിവസം ഉണ്ടെങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പോൾ ഇന്ന് എനിക്കാണെങ്കിലും അവൾക്കാണെങ്കിലും ഒരു ദിവസമേ ഉള്ളൂ. പിന്നെ നമുക്ക് 2 ദിവസം ഓഫാണ്. അപ്പം നാളെ വന്ന് പള്ളിയിൽ പോകാനൊക്കെ പറ്റും. നമ്മുടെ കോട്ടും എടുത്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു യൂണിഫോമിൻ്റെ പാർട്ടായിട്ട് മാറിയേക്കുവാണ്. എപ്പം ഡ്യൂട്ടിക്ക് പോയാലും വിൻ്റർ ആണെങ്കിലും സമ്മർ ആണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും നമുക്കിതിപ്പോൾ കമ്പൽസറി ആയിട്ട് വേണം. അപ്പോൾ ഹോസ്പിറ്റലിൽ കമ്പൽസറി അല്ല, നമുക്ക് പേഴ്സണലി എനിക്ക് കമ്പൽസറിയാണ്. അപ്പോൾ എന്താണെങ്കിലും എല്ലാം റെഡിയായി. ഒരു 5 മിനിറ്റ്സിൽ ടാക്സി വരും. അപ്പോൾ അവളും അവിടെ ഓൾമോസ്റ്റ് റെഡി ആയെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ബാഗൊക്കെ എടുത്ത് പോകാം. ബാഗിൽ പ്രത്യേകിച്ചൊന്നുമില്ല, കഴിക്കാനുള്ള സാധനങ്ങളാണ്. പേന, മാർക്കർ, പെൻസിൽ വേണ്ട, ചുമ്മാ പറഞ്ഞ പെന്നും മാർക്കറും അതും ഇതുമൊക്കെ എടുത്തോന്നെല്ലാം നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ID കാർഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് നഴ്സസ് ഡേയിൽ ഞങ്ങളുടെ വാർഡ് മാനേജർ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നൊരു പെന്ന്, നേഴ്സിൻ്റെ പടമുള്ള. അപ്പോൾ നമ്മൾ ഡ്യൂട്ടിക്ക് പോകാനായിട്ട് ഇറങ്ങി. എൻ്റെ കൂടെ നമ്മുടെ വിശിഷ്ട അതിഥി ആലീസും ഉണ്ട്. അവളിന്ന് ഹോൾ ഡേയിൽ ബിസി ആയിരുന്നു, അതുകൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റിയില്ല. അവസാനം നമുക്ക് വണ്ടിയിൽ കയറേണ്ടി വന്നു അവളെ ഒന്ന് പിടിച്ചിരുത്താനായിട്ട്. ആലീസ്, നീ എവിടെ ആയിരുന്നു? റൂമിൽ എന്തെടുക്കുമായിരുന്നു? ആക്ച്വലി അവള് ഫുൾ ഹൗസ് ക്ലീനിങ് ആയിരുന്നു ഇന്ന്. അവള് മൊത്തത്തിൽ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഞാനൊന്നും ചെയ്യാഞ്ഞത് കൊണ്ട് ഞാൻ ക്യാമറയും കൊണ്ട് നടന്നു. അവളായിരുന്നു മൊത്തം പണി. അപ്പോൾ എന്താണെങ്കിലും രണ്ടുപേരുടെ മുഖത്ത് ചിരി കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാം വലിയ മടിയില്ലാതാണ് ഞങ്ങൾ പോകുന്നത് അല്ലേ? ഒരു നൈറ്റും പിന്നെ ഓഫും, രണ്ടുപേരും ഡ്യൂട്ടിക്ക് ഒരുമിച്ചുള്ളത് കൊണ്ട് ഒരാൾ തന്നെ പോകുമ്പോൾ പിന്നെ നമുക്ക് വിഷമമാണ്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഞങ്ങൾ ഡ്യൂട്ടിക്കൊക്കെ പോയിട്ട് വന്ന് രാവിലെ കാണാം. അങ്ങനെ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. ഇന്നലെ ഡ്യൂട്ടിക്ക് പോകുന്നത് മാത്രം കാണിച്ചു. ബിക്കോസ് നമുക്ക് അവിടെ ചെന്നിട്ട് പേഷ്യൻസിനെയോ അങ്ങനെ അകത്തെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പെർമിഷൻ ഇല്ല. അപ്പം നല്ലൊരു ഷിഫ്റ്റായിരുന്നു. 12 വരെ കുറച്ച് ബിസി ആയിരുന്നു, കാരണം കുറച്ച് പേഷ്യൻ്റ് ട്രാൻസ്ഫറും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് നല്ലൊരു ഷിഫ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2 ദിവസം ഓഫാണ്, പിന്നെ നൈറ്റാണ്. അപ്പം ഒന്ന് ഉറങ്ങാനുള്ള സമയമുണ്ട്. എനിക്ക് ആക്ച്വലി ലോങ് ഡേയ്സ് ആണ് ഇഷ്ടം. പക്ഷേ ഈ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം ഓർക്കുമ്പോൾ മാത്രം എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് ഇഷ്ടം. അറ്റ്ലീസ്റ്റ് നൈറ്റിന് പോകുന്നതിന് മുമ്പ് ഉറങ്ങാം, പോയിട്ട് വന്നാൽ കിടന്ന് നന്നായിട്ട് ഉറങ്ങാം, രാവിലെ എഴുന്നേൽക്കണ്ടല്ലോ. അപ്പോൾ എന്താണെങ്കിലും ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞ് കിട്ടി. ഒരു ഡ്യൂട്ടി, മാസത്തിലുള്ള ഇത്ര ഡ്യൂട്ടിയിൽ ഒരെണ്ണം
ക്രോസ് ചെയ്യാം നമുക്ക്. അപ്പോൾ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ബിക്കോസ് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനി ഫ്രഷായിട്ട് വല്ലതും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പള്ളിയിലൊക്കെ പോയിട്ട് വരണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.